പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസിന്റെ ഹർജിയിൽ നാളെ വിധി പറയും. എറണാകുളം സബ് കോടതിയിൽ വാദം പൂർത്തിയായി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക തള്ളിയ നടപടി നിയമവിരുദ്ധമാണെന്നും അത് അസാധുവാക്കണമെന്നുമാണ് സാന്ദ്രയുടെ വാദം. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, സാന്ദ്ര തോമസിന്റെ ഹർജിയിൽ എങ്ങനെയായിരുന്നു കോടതിയിലെ വാദപ്രതിവാദങ്ങൾ? എറണാകുളം സബ് കോടതിയിലാണ് സാന്ദ്ര തോമസ് ഹർജി സമർപ്പിച്ചിരുന്നത്. അതായത് നാമനിർദ്ദേശ പത്രിക തള്ളിയ ഒരു നടപടിക്കെതിരെയാണ്. ഇത്തരത്തിൽ തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ ആ നടപടി അത് നിയമവിരുദ്ധമാണ്. ബൈലോ പ്രകാരം അത്തരത്തിലുള്ള നടപടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ചെയ്യാനാവില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് സാന്ദ്ര തോമസ് ഉന്നയിച്ചത്. കാരണം ബൈലോ പ്രകാരം 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് ഈ പ്രസവ സ്ഥാനത്തേക്കും ഒപ്പം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അടക്കമുള്ള വിവിധ സ്ഥാനങ്ങളിലേക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ ആവശ്യമായത്. പക്ഷേ സാന്ദ്ര തോമസിന്റെ 2 സെൻസർ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ. അതായത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ 2 സെൻസർ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ആരോപിച്ചാണ് അത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പത്രിക തള്ളുന്ന നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടിക്കെതിരെയായിരുന്നു സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചത്. അതിലിപ്പോൾ വാദം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെ വിധി പറയും. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.